നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇനി പഴയ പരിപാടികളൊന്നും KSRTCയിൽ നടക്കില്ല. ധൂർത്തും അഹങ്കാരവും വില പോവില്ല എന്ന് സാരം. ഈ സന്ദേശം നൽകി അനാവശ്യമായി ബസ് സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിട്ടുകയും ഇതേക്കുറിച്ച് അന്വേഷിച്ച CMDയോട് ധിക്കാരപരമായി പെരുമാറുകയും ചെയ്ത KSRTC താൽക്കാലിക ഡ്രൈവറെ പിരിച്ചുവിട്ടിരിക്കുകയാണ് മാനേജ്മെന്റ്. മന്ത്രി KB ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായതിന്റെ മാറ്റമെന്ന് സാരം. CMDയുടെ കരങ്ങൾക്ക് കൂടുതൽ ശക്തി വരികയാണ്. യൂണിയൻ നേതാക്കളുടെയും രാഷ്ട്രീയ പരിചയങ്ങളുടെയും പിൻബലത്തിൽ ഇനി കാര്യങ്ങൾ നടക്കില്ല എന്ന് KSRTC പറഞ്ഞു വെക്കുകയാണ് ഈ നടപടികളിലൂടെ. 2 സ്ഥിരം ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട്. പാറശാല ഡിപ്പോയിലെ താൽക്കാലിക ഡ്രൈവർ P ബൈജുവിനെയാണ് പിരിച്ചുവിട്ടത്. ഇതേ ഡിപ്പോയിലെ കണ്ടക്ടർ ശ്രീജിത്ത് രവി, പാറശാല യൂണിറ്റ് അസിസ്റ്റന്റ് ഡിപ്പോ എഞ്ചിനീയറുടെ ചുമതല വഹിക്കുന്ന ചാർജ്മാൻ K സന്തോഷ് കുമാർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഡീസൽ പാഴാക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന് ഗതാഗത മന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഇതെല്ലാം ഈ നടപടികളിലും ചർച്ചയാക്കുകയാണ് CMD. ഇനി എല്ലാ യൂണിറ്റുകളിലും CMD അപ്രതീക്ഷിത സന്ദർശനം നടത്തും. മന്ത്രി ഗണേഷും അത് ആലോചിക്കുന്നുണ്ട്. ഇതിലൂടെ ജീവനക്കാരുടെ പ്രവർത്തന വീഴ്ചകൾ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പാക്കാനാണ് നീക്കം. യൂണിയനുകളുടെ അതിപ്രസരത്തെ വകവയ്ക്കാതെയുള്ള വിപ്ലവമാണ് ഈ നടപടികൾ. ഇതിനെയും യൂണിയനുകൾ എങ്ങനെ നേരിടുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇപ്പോൾ നടപടിക്ക് കാരണമായ സംഭവം ജനുവരി 9-നാണ് നടന്നത്. തിരുവനന്തപുരം സെൻട്രൽ യൂണിറ്റിൽ CMD എത്തിയപ്പോഴാണ് നെയ്യാറ്റിൻകര കളിയിക്കാവിള ബസ് ബേയിൽ യാത്രക്കാരെ കയറ്റുന്നതിനായി പാർക്ക് ചെയ്തിരുന്ന CS 88 JN 548 എന്ന നമ്പർ ബസ് ഡ്രൈവറോ കണ്ടക്ടറോ ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ബസ് സ്റ്റാർട്ടിംഗിൽ നിർത്തിയിരിക്കുന്നതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ സെൽഫ് എടുക്കാത്തത് കൊണ്ടാണ് ഡ്രൈവർ പരുഷമായി മറുപടി നൽകുകയും ചെയ്തു. ഒരു തുള്ളി ഡീസൽ പോലും പാഴാക്കരുത് എന്ന നിർദ്ദേശം നിലനിൽക്കെ അനാവശ്യമായി ബസ് സ്റ്റാർട്ടിംഗിൽ നിർത്തിയിടുകയും ചെയ്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നായിരുന്നു മറുചോദ്യം. സെൽഫ് എടുക്കാത്തത് കൊണ്ടാണ് എന്ന് വീണ്ടും ആവർത്തിച്ചു രോക്ഷാകുലനായി ഈ താൽക്കാലിക ഡ്രൈവർ. തുടർന്നാണ് CMDയോട് ധിക്കാരപരമായി പെരുമാറുകയും ചെയ്ത താൽക്കാലിക ഡ്രൈവറുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയുണ്ട് എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ 20 മിനിറ്റോളം ഈ എഞ്ചിൻ ഓഫാക്കാതെ ബസ് സ്റ്റാർട്ട് ചെയ്ത നിലയിലായിരുന്നുവെന്ന് കണ്ടെത്തി. വരുമാനത്തിന്റെ 50% തുക ഡീസലിനായി ചെലവാക്കുന്ന നിലവിലെ സാഹചര്യത്തിൽ 20 മിനിറ്റോളം ബസ് സ്റ്റാർട്ട് ചെയ്ത് ഡീസൽ ദുരുപയോഗം ചെയ്തത് നിരുത്തരവാദപരമായ പ്രവൃത്തിയായതുകൊണ്ടാണ് താൽക്കാലിക ഡ്രൈവറെ പിരിച്ചുവിട്ടത്. കോർപ്പറേഷന്റെ സ്ഥിരം ജീവനക്കാരനായ കണ്ടക്ടർ ശ്രീജിത്ത് രവി തന്റെയൊപ്പം ജോലി ചെയ്ത താൽക്കാലിക ഡ്രൈവർ ഡീസൽ പാഴാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും അത് തടഞ്ഞില്ല. ഇതിനാണ് കണ്ടക്ടറെ സസ്പെൻഡ് ചെയ്തത്. ബസിന്റെ തകരാറ് സംബന്ധിച്ച് ഡ്രൈവറുടെ റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടും യഥാസമയം പരിഹരിക്കാത്തതിനെ തുടർന്ന് K സന്തോഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. 3 പേരും ഒരേ തെറ്റാണ് ചെയ്തത് എന്നാണ് വിലയിരുത്തൽ. തെറ്റ് ചെയ്താൽ ഉടൻ നടപടിയെടുക്കുമെന്ന സന്ദേശമാണ് ഇത് നൽകുന്നത്. യൂണിയനുകളുടെയും വിഷമത്തിലാക്കുന്നതാണ് നടപടി. കോർപ്പറേഷൻ പ്രതിമാസം 12 കോടിയോളം രൂപ സ്പെയർ പാർട്സിനായി ചെലവാക്കുന്നുമുണ്ട്. ഈ ബസ്സിന് ആവശ്യമായ സ്പെയറുകൾ ഈ സമയബന്ധിതമായി വരുത്തി തകരാറ് പരിഹരിച്ചതുമില്ല. വാഹനങ്ങളുടെ സൂപ്പർ ചെക്ക് നടത്തിയില്ല. കോർപ്പറേഷൻ നിഷ്കർഷിച്ചിരിക്കുന്ന തരത്തിൽ യഥാസമയം വാഹന പരിപാലനം നടത്തുന്നതിൽ വീഴ്ച വരുത്തി നഷ്ടമുണ്ടാക്കി എന്നിവ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതിനാൽ തന്നെ പാറശാല യൂണിറ്റിൽ അസിസ്റ്റന്റ് ഡിപ്പോ എഞ്ചിനീയറുടെ ചുമതല വഹിക്കുന്ന ചാർജ്മാൻ K സന്തോഷ് കുമാറിനെതിരെയായ നടപടി വന്നത്. മുമ്പ് ഇത്തരത്തിൽ വിശദമായ നടപടികൾ ഉണ്ടാകുമായിരുന്നില്ല എന്നതാണ് സത്യം.